സോ ഈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ. എന്താ പറയുക, ഇനി അങ്ങോട്ട് സോണിയുടെ ഭാഗമായിട്ട് പുറത്തിറങ്ങുന്ന മാർവൽ പടങ്ങളുടെ ട്രെയിലറിൻ്റെ കൂടെ ഒറിജിനലിനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഒറിജിനൽ ഏത് ലീക്ക് ചെയ്തെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അറിഞ്ഞു കാണും, ഇന്നലെ പുറത്തിറങ്ങിയ സ്പൈഡർമാൻ ബ്രാൻഡിയുടെ പടത്തിന്റെ ട്രെയിലർ ഒരാഴ്ച മുമ്പേ ഇന്റർനെറ്റിൽ കറങ്ങി നടപ്പുണ്ടായിരുന്നു ലീക്കായിട്ട്. ഹോളിവുഡ് പോലെ ഇത്ര കണ്ട് യമകണ്ഠമായിട്ടുള്ള ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു പടം എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ സ്പൈഡർമാനെ ബേസ് ചെയ്തൊരു പടം വരുമ്പോൾ അതിന്റെ ട്രെയിലറിന് പോലും സെക്യൂരിറ്റി ഇല്ലെങ്കിൽ എന്താ ഇതിനൊക്കെ പറയാം. ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പ് ട്രെയിലറിന്റെ ചില ഭാഗങ്ങൾ അങ്ങായിട്ട് ലീക്കാക്കുക, സെറ്റ് പിക്സ് ലീക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അവിടെ ഇവിടെ ലീക്ക് തൊട്ടും തൊടിയിച്ചും കൊടുക്കുന്നത് സോണി ഈ അടുത്ത കാലത്തായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ള എന്താ പറയുക ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്. ഇതൊരു പരിധിവരെ ആ ഒരു പടത്തിന് മേലുള്ള ഹൈപ്പിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. ഇത്തരത്തിലുള്ള ലീക്കും പരിപാടികളൊക്കെ കാണുമ്പോൾ ഓക്കെ ഇത് അങ്ങനെയൊക്കെ തന്നെ പടത്തി വരുമോ എന്നുള്ള രീതിയിൽ എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റി ആളുകളുടെ ഉള്ളിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പക്ഷേ ഒരു പരിധി കടന്നു കഴിഞ്ഞാൽ എല്ലാം ബോറാണ്. ട്രെയിലറിൽ കാണിക്കുന്ന ചെറിയ ചെറിയ സീക്വൻസുകൾ, സെറ്റ് പിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെറിയ ചെറിയ ലീക്കുകളിൽ നിന്ന് അവസാനം ഒരു ട്രെയിലറെ മൊത്തത്തിൽ ലീക്ക് ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു കഴിഞ്ഞു. ഇനി ട്രെയിലറെ മൊത്തത്തിലല്ല, എല്ലാവരും ഓൾറെഡി അറിഞ്ഞു കാണും, പടം മൊത്തത്തിൽ ലീക്കായിട്ടുണ്ട്. സ്പൈഡർമാൻ ബ്രാൻഡിയുടെ പടത്തിന്റെ CGI കംപ്ലീറ്റ് ആവാത്തൊരു വേർഷൻ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഓൺലൈൻ പാർട്ടിയുടെ കയ്യിലുണ്ടെന്നും അവരിപ്പോൾ സോണിയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുകയാണെന്നുമാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പടം മൊത്തത്തിൽ ഓൺലൈനിൽ ലീക്ക് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ എല്ലാം ബോറാണെന്ന്. ഇവർ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ലീക്കുകൾ പതിയെ പതിയെ കൂടി ഇപ്പോൾ ഒരു പടം തന്നെ പുറത്തോട്ട് വരുന്ന അവസ്ഥയിലോട്ടായി. സോ അതിനെക്കുറിച്ചല്ല എന്തായാലും നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇതും കൂടെ ഇവിടെ പറഞ്ഞു വെക്കണമെന്ന് എന്താ പറയുക, പടമൊക്കെ ഇനി കഷ്ടകാലത്തിന് അങ്ങനെയൊക്കെ ലീക്ക് ആവുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്നും കാണാതിരിക്കാനായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് ഓൺലൈനിൽ അങ്ങോട്ട് പരവി വിടുന്ന പരിപാടി എന്തെങ്കിലും മാറി നിൽക്കാനായിട്ട് നോക്കുക. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്ന പണിയെടുക്കാം, നേരെ കാര്യത്തിലോട്ട് എടുക്കാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച്, ലെറ്റ്സ് ടോക്ക് അബൌട്ട്. അലറിക്കരഞ്ഞുകൊണ്ട് അലച്ചു തല്ലി വീഴുന്ന സ്പൈഡർമാനെ കാണിച്ചുകൊണ്ടാണ് ട്രെയിലർ തുടങ്ങുന്നത്. ആ ഒരു വീഴ്ചയുടെ ഭൂമിശാസ്ത്രം വെച്ച് നോക്കിയാൽ തന്നെ അറിയാം, പുള്ളിയെ ആരോ അടിച്ച് തല്ലി വീഴ്ത്തുന്നൊന്നുമല്ല, പുള്ളി കൺട്രോൾ തെറ്റി വീഴുന്നതാണ്. ഇതുപോലെ സ്പൈഡർമാൻ സ്വിങ്ങിങ്ങിന്റെ ഇടയിൽ കൺട്രോൾ വിട്ട് താഴെ വീഴുന്ന രീതിയിലുള്ള ഒരുപാട് സീക്വൻസുകൾ ഈ ട്രെയിലറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ കാര്യം വേറെ ഒന്നുമല്ല, ആദ്യത്തെ ഒരു ട്രെയിലറിൽ കൂടെ തന്നെ തൊട്ടും തലോടിയും പറഞ്ഞ ഒരു ഓർഗാനിക് വെബിന്റെ കേസ് ഈ ഒരു പടത്തിൽ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. വെബ് ഷൂട്ടറിൽ നിന്ന് മാറി ആ ഒരു ഓർഗാനിക് വെബ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നാച്ചുറലിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പുള്ളി അഡാപ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയത്താണ് പുള്ളിക്ക് കൃത്യമായിട്ട് ഇങ്ങനെ സ്വിങ് ചെയ്ത് പോകാനൊന്നും പറ്റാത്തത്, അവിടെ ഇവിടെയൊക്കെ അടിച്ച് അലച്ചല്ലി ഇങ്ങനെ വീഴുന്നത്. അതിനോട് ചേർന്ന് നമ്മളെ കാണിക്കുന്നത് സ്പൈഡർമാൻ വേഴ്സസ് സ്കോർപ്പിയൻ ഫൈറ്റ് ആണ്. നമ്മൾ ഇതുവരെ കാണാത്ത വേറെ റേഞ്ച് സ്പൈഡർമാനെ നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. എന്താ പറയാ, സ്കോർപ്പിയന്റെ വാലെ പിടിച്ച് അടിച്ചമർത്തി വിടുവാണ്. വഴിക്കൂടെ പോകുന്ന ഒരു പോലീസ് ജീപ്പുമ്മയ്ക്കൊക്കെ അടിച്ച് അലച്ചെറിയുന്നുണ്ട്. സോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പൈഡർമാൻ ഈസ് നോ മോർ ഇൻ കൺട്രോൾ. അല്ലാതെ ഒരിക്കലും സ്പൈഡർമാൻ ഇങ്ങനെ അലക്ഷ്യമായിട്ട് വില്ലനെ ഇങ്ങനെ ഒരു പോലീസ് ജീപ്പുമ്മയ്ക്കൊന്നും എടുത്തെറിയത്തില്ല. ആ പോലീസുകാരെന്ത് വഴച്ചി. ആൻഡ് ഓഫ് കോഴ്സ് സ്പൈഡർമാന്റെ കണ്ണുകളോട് ആ ഒരു ബ്ലാക്ക് കളറിലോട്ട് ചേഞ്ച് ആയിട്ടിരിക്കുന്നത് കാണാം. ആ ഒരു ഷൂട്ടിനുള്ളിൽ ആ കണ്ണുകൾ കാണിക്കുമ്പോൾ ആ ഒരു പോലീസ് ജീപ്പിന്റെ ആ ഒരു സൈറന്റെ ലൈറ്റ് ആ ഒരു കണ്ണിലൊരു റിഫ്ലക്ഷൻ ആയിട്ട് ഒരു റെഡ് ലൈറ്റും കാണാനായിട്ട് പറ്റും. കിടിലിനൊരു ഷോട്ടായിരുന്നു അത്. ആ ഒരു റെഡ് ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡേഞ്ചർ തീമിനെ കാണിക്കുന്നതാണല്ലോ. സ്പൈഡർമാന്റെ കണ്ണിൽ തന്നെ ആ ഒരു റെഡ് ലൈറ്റ് കാണിക്കുന്നത് സ്പൈഡർമാന്റെ ആ ഒരു വില്ലനിയസ് മാറ്റത്തെ കാണിക്കുന്നതാണ്. ഒപ്പം തന്നെ വോയിസ് ഓവർ പോകുന്നത് ഇതൊന്നും എന്റെ കൺട്രോളിലല്ല, ഞാൻ എത്രയും പെട്ടെന്ന് ശരിയാക്കിയേ പറ്റൂ എന്ന് പറയുന്ന പീറ്റർ പാർക്കറിനെയാണ്. സോ നമ്മുടെ പീറ്റർ പാർക്കർ എന്ന് പറയുന്ന ആ ഒരു ഐഡന്റിറ്റി എല്ലാവരും മറന്നതിനെ തുടർന്ന് ഇനി പീറ്റർ പാർക്കറായിട്ട് ജീവിച്ചിട്ട് വലിയ കാര്യമില്ല. അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ ആയിട്ട് ഇങ്ങനെ ഊരി ചുറ്റി നടന്നതിന്റെ ഫലമായിട്ട് ഇപ്പോൾ സ്പൈഡർ DNA, പീറ്റർ പാർക്കറിന്റെ ഉള്ളിലുള്ള ആ ഒരു സ്പൈഡർ DNA മൊത്തത്തിൽ അങ്ങ് ടേക്ക് ഓവർ ചെയ്യാൻ നോക്കുവാണ് പീറ്റർ പാർക്കറിന്റെ ബോഡിയെ. നേരെ ബ്രൂസിനെ കാണാൻ പോകുന്നു, കാര്യം പറയുന്നു ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ഉള്ളിൽ ചെറിയ മ്യൂട്ടേഷൻ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ ഇതിനെ തടുത്ത് നിർത്തണമെന്ന് എനിക്കൊരു പിടിയില്ല. നിങ്ങളാണല്ലോ ഓൾറെഡി ഈ ഒരു പരിപാടി കൃത്യമായിട്ട് ഫലപ്രദമായിട്ട് ചെയ്തത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്ന് ബ്രൂസ് ബാനറിന്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നുണ്ട്. ബാനർ അപ്പം തന്റെ കയ്യിലിരിക്കുന്ന എന്താ പറയുക ഒരു ഗാമ സപ്രസർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ പറ്റുന്ന ഒരു വാച്ചിനെയാണ് ബിൽഡപ്പ് ചെയ്യുന്നത്. ഈ ഒരു വാച്ച് എപ്പോൾ എൻ്റെ കയ്യിലില്ലാതെ നീ എന്നെ കാണുന്നോ ചന്ന പിന്നെ ഓടിക്കോണം എന്നുള്ള രീതിക്ക് ഒരു വാണിംഗും കൊടുക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ നടക്കുന്ന മ്യൂട്ടേഷനിൽ നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിൽ നല്ലതിനെ മാത്രം എടുത്തിട്ട് ചീത്തയെ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന പീറ്റർ പാർക്കറിനോട് ബ്രൂസ് ബാനർ പറയുന്നത് ഇതിൽ നല്ലതും ചീത്തയോ ഏതാണെന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് എന്നാണ്. വീക്ക് റേറ്റിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു ഡയലോഗ് ചുമ്മാ ഒരു റിപ്ലൈ എന്നുള്ളൊരു രീതിക്ക് മാത്രം നിങ്ങൾ ആലോചിക്കാതെ ഒന്നുകൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൂസ് ബാനറും ഈ ഒരു സെയിം പ്രോബ്ലം തന്നെയാണ് ഫേസ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഐഡന്റിറ്റി അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ തന്നെ പ്രവർത്തികളാണ് എന്നുള്ളതാണ് ബ്രൂസ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഹൾക്ക് പൂർണ്ണമായ ഒരു പൊട്ട കാര്യമല്ല എന്നുള്ള രീതിക്കുള്ള ഒരു ഡയലോഗാണ് ബ്രൂസിന്റെ ആ ഒരു വാക്കിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ ഓൾട്ടർനേറ്റീവായിട്ട് അപ്പുറത്ത് പീറ്റർ പാർക്കർ തന്റെ കയ്യിൽ വെബ് ഷൂട്ടേഴ്സ് വെക്കുന്നതും അത് തെറിച്ച് പോകുന്നതുമായിട്ടുള്ള രീതിയിലുള്ള സീക്വൻസുകളും പോകുന്നുണ്ട്. മൊത്തത്തിൽ ഈ ഒരു ഓർഗാനിക് വെബിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയോട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീറ്റർ പാർക്കറിന്റെ പോർഷൻസ് ആണ് ട്രെയിലറിൽ ഒരു സിംഹഭാഗവും കാണിക്കുന്നത്. ആ സമയത്ത് പീറ്റർ പാർക്കറിന്റെ പുറകിലോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഡിവൈസ് ഇരിക്കുന്നതായിട്ട് കാണാം. ഈ ഒരു സെയിം ഡിവൈസ് തന്നെയാണ് ഇതിന് മുമ്പ് ഇറങ്ങിയ ട്രെയിലറിൽ പീറ്റർ പാർക്കർ തന്നെ ബോഡി സ്കാൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടാവുക. സോ ആദ്യം ഇത് വിചാരിച്ചത് നമ്മുടെ ബ്രൂസ് ബാനറിന്റെ ലാബിലുള്ള വല്ല മെഷീൻ ആയിരിക്കും എന്നുള്ളൊരു പരിപാടിയാണ്. ബട്ട് ഇത് പുള്ളി തന്നെ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു, പീറ്റർ പാർക്കർ തന്നെ. എന്തായാലും കഴിവുള്ള വൈന കയറി വരും. വില്യം എഡ്സ്കറിനെ കാണിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഇങ്ങേരാണ് വില്യം എഡ്സ്കർ എന്നുള്ള രീതിയിലുള്ള
തിയറിയാണ് ഇപ്പോൾ കറങ്ങി നടക്കുന്നത്. സോ പുള്ളിയെ കാണിക്കുന്നുണ്ട്, പുള്ളിയുടെ കുറച്ച് ഡയലോഗടിയും കേൾപ്പിക്കുന്നുണ്ട്. ഈ പുള്ളിയുമായിട്ട് മാർവൽ ഓൾറെഡി 5 പടങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ക്യാരക്ടർ കുറച്ചധികം ഇമ്പോർട്ടൻസ് ആണെന്ന് തോന്നുന്നു. അല്ലാതെ 5 പടത്തിൽ ഇനി അപ്പിയർ ആവില്ലല്ലോ പുള്ളി. ആന്റി മ്യൂട്ടൻ ഫോഴ്സിന്റെ ഹെഡ് ആയിട്ടൊക്കെയാണ് പുള്ളിന് വരാൻ പോകുന്നത് എന്നുള്ള രീതിക്കുള്ള റൂമേഴ്സ് ഒക്കെയാണ് കേൾക്കുന്നത്. സോ ഒരു ക്യാരക്ടർ ഏതൊരു രീതിക്കാണ് വരാൻ പോകുന്നത് എന്നുള്ളത് എന്തായാലും കണ്ടു തന്നെ അറിയാം. എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മുടെ മുൻപിലുള്ള ഒരു ആപത്ത് ഏതൊരു തരത്തിലുള്ളതാണെന്ന് നമുക്ക് കാണാൻ പോലും സാധിക്കുന്നില്ല. ഒരു കാര്യം മാത്രം അറിയാം, നീ മാത്രം ഇതിൽ നിന്നും ഇമ്മ്യൂൺ ആണ്. ആൻഡ് അത് മാത്രമല്ല, ഇത് ഈ ഒരു ആപത്തിനെ സെൻസ് ചെയ്യാൻ പോലും നിനക്ക് പറ്റുന്നുണ്ട്. സ്പൈഡർമാനെ നോക്കി ഒരു ക്യാരക്ടർ പറയുന്ന രീതിയിൽ കേൾപ്പിക്കുന്ന ഒരു വോയിസ് ഓവറാണിത്. സോ ഏതോ ഒരു തരത്തിൽ ഈ വരാൻ പോകുന്ന ഈ ഒരു വലിയ ഡേഞ്ചറിൽ നിന്ന് സ്പൈഡർമാൻ എങ്ങനെയൊക്കെ ഇമ്മ്യൂൺ ആണ്, അല്ലെങ്കിൽ സ്പൈഡർ സെൻസ് ഈ ഒരു ഇമ്മ്യൂണിറ്റി സ്പൈഡർമാൻ കൊടുത്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് കാണിക്കുന്നത് സാഡി സിംഗിന്റെ ആ ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരെ കാണിക്കുന്ന ആ ഒരു സീക്വൻസിൽ മുഖം ഇപ്പോഴും കൃത്യമായിട്ട് കാണിക്കുന്നില്ല, വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. ബട്ട് ആ ഒരു അപ്പിയറൻസ്, ആ ഒരു കോസ്റ്റ്യൂം ഒക്കെ നോക്കുമ്പോൾ ഒരു പച്ചയും മഞ്ഞയും കലർന്നടിച്ചൊരു കോസ്റ്റ്യൂമിലാണ് കൊടുത്തിട്ടുള്ളത്. കോമിക്സിൽ ജീൻ ഗ്രേനെ റെപ്രസെന്റ് ചെയ്യുന്നതും ഈ ഒരു പച്ച മഞ്ഞ കളറിൽ തന്നെയാണ്. സോ അതേ ഗതിക്ക് തന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന വിധിക്ക് മേ ബി ജീൻ ഗ്രേ തന്നെ ആയിരിക്കാം എന്നുള്ള തിയറീസിനെ കുറച്ചുകൂടെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. മൈൻഡ് കൺട്രോളിങ്ങും ടെലികൈനറ്റിക് പവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരിപ്പെട്ട പവേഴ്സും കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു OG വില്ലനീസ് രീതിയിലാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സോ ജീൻ ഗ്രേ ആവാനുള്ള ചാൻസസ് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഒരു ഐലൻഡ് ബ്ലാസ്റ്റ് ആവുന്ന രീതിക്ക്, ഐ മീൻ ബ്ലാസ്റ്റ് അല്ല, ഇങ്ങനെ അതിൽ നിന്ന് എന്തോ ഒരു പവർ പുറത്തോട്ട് പോകുന്ന രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. മേ ബി ആ ഒരു ഐലൻഡിൽ വെച്ചിട്ടായിരിക്കണം ഈ ഒരു ജീൻ ഗ്രേ രക്ഷപ്പെട്ട് പോകുന്നത്. ആ ഒരു ഐലൻഡിൽ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സെറ്റപ്പിലായിരിക്കണം പുള്ളിക്കാരിയെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ടാവുക. സോ അവിടെ നിന്ന് പുള്ളിക്കാരി ഫ്രീ ആയിട്ട് പുറത്തോട്ട് വരുന്ന രീതിയിലുള്ള ഒരു സീക്വൻസിന്റെ ഒരു ഭാഗമായിരിക്കണം ഇത്. അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു ഷോക്ക് വേവ് അവിടെ അടുത്തുള്ള എല്ലാവരും എഫക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പണിഷറും സ്പൈഡർമാനും അതിൽ നിന്ന് അഫക്ട് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ നടക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. സ്പൈഡർമാൻ അഫക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഷോട്ട് ട്രെയിലറിൽ വെച്ചിട്ടില്ല, പണിഷറിനെയാണ് കൃത്യമായിട്ട് കാണിക്കുന്നത്. മേ ബി പണിഷറിനെ ഈ ഒരു പരിപാടി എഫക്ട് ചെയ്യേണ്ട എന്നുള്ളൊരു ടേക്ക് ജീൻ ഗ്രേ എടുത്തായിരിക്കണം. അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം പണിഷറിനെ അഫക്ട് ചെയ്യാതിരിക്കാൻ മാത്രം പണിഷറിന് അങ്ങനെ സൂപ്പർ പവറും പരിപാടികളൊന്നും ഇല്ലല്ലോ. അതിനുശേഷം പല പല ആളുകളുടെ മൈൻഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് സ്പൈഡർമാനുമായിട്ട് ഈ ഒരു ക്യാരക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് ഓരോ ആളുകളെയും സ്പൈഡർമാനെ ഫോളോ ചെയ്ത് ഈ ഒരു മെയിൻ വില്ലനിലോട്ട് എത്തുന്ന രീതിയിലുള്ള ഒരു സീക്വൻസും പോകുന്നുണ്ട്. സ്വിങ് ചെയ്ത് ലക്ഷ്യബോധം ഇല്ലാതെ നേരെ ഒരു കല്യാണ പാർട്ടിയിലോട്ടൊക്കെ ഇടിച്ച് വീഴുന്ന സ്പൈഡർമാൻ ഒരു സീക്വൻസിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു കല്യാണ പാർട്ടിയിലുള്ള ഒരു ഹെലികോപ്റ്ററിൽ ഒരാളുടെ മൈൻഡും ഈ ഒരു ക്യാരക്ടർ കൺട്രോൾ എടുക്കുന്നതും ഈ ഒരു ഹെലികോപ്റ്ററിനെ ചേസ് ചെയ്തുകൊണ്ട് സ്പൈഡർമാൻ പോകുന്ന രീതിയിലും ആ ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. നെഡിന്റെ വീട്ടിലുള്ള ആ ഒരു ഹൗസ് പാർട്ടി കാണിക്കുന്നു. അവിടെ നെഡ് ഓൾറെഡി സ്പൈഡർമാൻ ആരാണെന്നുള്ള ഒരു കാര്യം ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ നെഡിന്റെ ഫൈൻഡിങ്സും പരിപാടികളൊക്കെ ആ ഒരു ടേബിളിൽ കാണുന്നത് അങ്ങനെ നോക്കി നിൽക്കുന്ന സ്പൈഡർമാൻ്റെ അടുത്തോട്ട് നെഡ് വരുന്നു. അവിടെ ചെറിയൊരു കോൺവെർസേഷൻ ബിൽഡ് ആവുന്നു. ഇവരിപ്പോൾ എന്തിനാണ് സ്പൈഡർമാൻ്റെ കേസിൽ ഇത്രയധികം ഒബ്സസ്ഡ് ആയിട്ട് നോക്കുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുവാണെങ്കിൽ പീറ്റർ പാർക്കർ ആരാണെന്നേ ഇവർ മറന്നിട്ടുള്ളൂ. സ്പൈഡർമാൻ ഇപ്പോഴും ഇവരുടെയൊക്കെ മൈൻഡിലുണ്ട്. സോ സ്പൈഡർമാനുമായിട്ട് ഞങ്ങൾ ഇത്ര കണ്ട് ഹാങ് ഔട്ട് ചെയ്ത ഒരു കാര്യം ഇവരുടെ മൈൻഡിലുണ്ടല്ലോ. സോ അതാരാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരിക്കാം. പ്രസ്തുത സ്ഥലത്തേക്ക് MJ വരുന്നു. എൻ്റെ പേര് MJ എന്ന് പറഞ്ഞിട്ട് പീറ്റർ പാർക്കറിൻ്റെ അടുത്ത് അപ്പോഴാണ് പുള്ളിക്കാരി പരിചയപ്പെടുന്നത്. ഇത് കണ്ട് നെഡ്, ഓ അപ്പം ഇവനെ നിനക്കറിയില്ലേ, ഇതിന് മുമ്പേ അറിയില്ലേ, അപ്പം പിന്നെ ആരാണ് ഇവൻ ഈ പാർട്ടിയിലോട്ട് ക്ഷണിച്ചത്, ആരാടെ ഇവൻ? ഞാൻ ഈ പറയത്തക്ക വിയേഡാക്കിയില്ലെങ്കിലും ഇത് കൂട്ടൊരു സീക്വൻസ് ആയിരിക്കും അവിടെ പ്ലേ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് തോന്നുന്നു. ഇതിൽ പീറ്റർ പാർക്കർ നല്ല രീതിക്ക് ഡെസ്പ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. തൻ്റെ കൂട്ടുകാരുടെ അടുത്ത് തനിക്ക് എത്രത്തോളം നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അവർ തന്നെ ഒരു അന്യനായിട്ടാണ് കാണുന്നതെന്നുള്ള കാര്യം പീറ്റർ പാർക്കറിൻ്റെ മനസ്സിനെ പിടിച്ചുലയ്ക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ പുള്ളിയുടെ കോസ്റ്റ്യൂം ശ്രദ്ധിച്ചാൽ ഇതേ ഒരു കോസ്റ്റ്യൂമിൽ പുള്ളി ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ സ്വിങ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു സീക്വൻസും പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ വെച്ചായിരിക്കണം പുള്ളിയുടെ ആ ഒരു കൺട്രോൾ ലോസ്റ്റ് ചെയ്ത് പുള്ളി വീഴുന്ന രീതിയിലും കാണാനായിട്ട് പോകുന്നത്. നമ്മൾ വീണ്ടും തൻ്റെ കൂട്ടുകാരോടൊപ്പം പഴയ പീറ്റർ പാർക്കറായിട്ട് ജീവിക്കാൻ പറ്റാത്തതിലുള്ള ആ ഒരു എന്താ പറയുക ഒരു ഡിപ്രസ്ഡ് അവസ്ഥയും സ്പൈഡർമാനായിട്ട് ഓവറായിട്ട് ഇങ്ങനെ നടക്കുന്നതിനുള്ള എല്ലാ പരിപാടിയും കൂടി ആയിരിക്കണം ഈ ഒരു മ്യൂട്ടേഷനെ കൂടുതലും ട്രിഗർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുശേഷം ഒരു വെബ് ബ്ലാസ്റ്റ് തന്നെ ഉണ്ടാകുന്നതും സ്പൈഡർമാൻ ഇങ്ങനെ തെറിച്ച് വീഴുന്ന രീതിയിലും കാണിക്കുന്നുണ്ട്. ഈ ഒരു വെബ് ബ്ലാസ്റ്റ് ഒരു പക്ഷേ ആ ഒരു ഓർഗാനിക് വെബിന്റെ സമയത്ത് വെബ് ഷൂട്ടേഴ്സ് പൊട്ടിത്തെറിച്ചുണ്ടാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓർഗാനിക് വെബ് തന്നെ എന്തെങ്കിലും തരത്തിൽ മിസ്ഫയർ ആയി ഉണ്ടാവുന്നതായിരിക്കാം. അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അങ്ങനെ പുള്ളി തലയും തല്ലി വീണ് കിടക്കുന്ന സമയത്ത് അടുത്തോട് പോകുന്ന ഒരാൾ അറിയോ ഓക്കെ സ്പൈഡർമാൻ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഞാൻ MJയും കൂടെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്നുള്ള രീതിക്കും ഈ ഒരു സ്പൈഡർമാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സോ ആ ഒരു ക്യാരക്ടറിന് MJയെ പറ്റിയും പീറ്റർ പാർക്കറായിട്ടുള്ള ഒരു ബന്ധത്തെ പറ്റിയൊക്കെ അറിയാം. ആൻഡ് നമ്മൾ കാത്തിരുന്ന ആ ഒരു സീക്വൻസ് മൊണ്ണകൾക്ക് സാവേജുകൾക്കായിട്ട് മാറുന്ന ആ ഒരു സീക്വൻസ്, ഡേ നിനക്ക് ഇത്രയൊക്കെ വലുതാവാൻ പറ്റുമോടെ എന്ന് സ്പൈഡർമാൻ പോലും ചോദിക്കത്തക്ക രീതിയിൽ ഇതുവരെ നമ്മൾ MCUവിൽ കണ്ടിട്ടുള്ള ഹൾക്കുകളിൽ തന്നെ വെച്ച് ഏറ്റവും ഹൈറ്റ് കൂടിയ രീതിയിലുള്ള ഗ്രീൻ ഹൾക്കിനെ തന്നെ കാണിക്കുന്നുണ്ട്. കിടിലം വെറുത്തനം തന്നെ പറയേണ്ടി വരും. വെബ് യൂസ് ചെയ്ത് ഹൾക്കിനെ മൊത്തത്തിൽ കെട്ടിപ്പൂട്ടി വെക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആരെ? ഹൾക്കിനെ വെബ് വെച്ചുകൊണ്ട്. കൊള്ളാം. സ്പൈഡർമാനെ കുറ്റം പറയാൻ പറ്റത്തില്ല, അതല്ലാണ്ട് പുള്ളി വേറെ എന്തോ ചെയ്യാനാണ്. സോ ആ ഒരു വെബ് മൊത്തം ഈസി ആയിട്ട് പൊളിച്ച് മാറ്റിയിട്ട് തണ്ടർ ക്ലാപ്പ് യൂസ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട് മോനെ. എഴുതി വെച്ചോ സ്പൈഡർമാൻ അടി കൊണ്ട് താഴെ വീഴാൻ പോകുന്ന ഒരു സീക്വൻസിൽ പോലും തിയേറ്റർ ലിറ്ററലി ബ്ലാസ്റ്റ് ആയിരിക്കും. കാരണം ഹൾക്കിന്റെ ഈ ഒരു വേർഷനെ കാണാനായിട്ട് ചില്ലറയൊന്നും അല്ല ഫാൻസ് കാത്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഹൾക്കിന്റെ ആ ഒരു ഗാമ റേഡിയേഷൻ പരിപാടികൾ ട്രിഗർ ചെയ്തിട്ട് ഈ ഒരു ഹൾക്ക് ഫോമിലോട്ട് എത്തിക്കാൻ പോകുന്നത് ആ ഒരു സാഡി സിംഗിന്റെ ക്യാരക്ടർ തന്നെ ആയിരിക്കണം. വോയിസ് ഓവറിൽ അത് കൃത്യമായിട്ട് കേൾപ്പിക്കുന്നുണ്ട്. ഇവനെ വെച്ച് ഞാൻ കളിക്കും എന്നുള്ള രീതിക്കുള്ള ആ ഒരു അർത്ഥം വരുന്ന രീതിയിലുള്ള ഒരു വോയിസ് ഓവർ ബാക്കി കൂടെ കേൾക്കുന്നുണ്ട്. ആൻഡ് അവിടെ നിന്ന് മെയിൻ സെല്ലിംഗ് പോയിന്റ്, പടത്തിൽ തന്നെ മെയിൻ
ഐക്കോണിക് സീക്വൻസ് ആയിട്ട് മാറാനായിട്ട് ചാൻസ് ഉള്ള ആ ഒരു ഹാൻഡ് ടീമായിട്ടുള്ള സ്പൈഡർമാൻ്റെ ഫൈറ്റാണ് കാണിക്കുന്നത്. ആ ഫൈറ്റിൻ്റെ കുറച്ചുകൂടെ എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള വേർഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ സ്പൈഡർമാൻ കുറച്ചുകൂടെ അടി വാങ്ങുന്ന രീതിയിലും കാണിക്കുന്നുണ്ട്. മേ ബി ഇവിടെ സ്പൈഡർമാൻ തൻ്റെ ആ ഒരു ഓൾട്ടർനേറ്റ് വേർഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന ആ ഒരു സമയത്തായിരിക്കണം ഇങ്ങനെ അടി വാങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അറ്റ് ലാസ്റ്റ് സ്പൈഡർമാൻ ഒന്നുകിൽ ആ ഒരു ഓൾട്ടർനേറ്റ് വേർഷനെ എംബ്രേസ് ചെയ്ത് ഫുള്ളി ആ ഒരു ഫോമിലോട്ട് മാറുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ടോ തന്നെ മാറുന്ന രീതിയിൽ പോയതിന് ശേഷം ആ ഒരു ഫൈറ്റിൽ പുള്ളി എന്താ പറയുക ഒരു അപ്പർ ഹാൻഡ് എടുക്കുന്ന രീതിയിലായിരിക്കാം ആ ഒരു ഫൈറ്റ് പോകാനായിട്ട് പോകുന്നത്. അറ്റ് ലാസ്റ്റ് എല്ലാ എണ്ണത്തിൻ്റെ നടുവിൽ കൂടെ ആ ഒരു ടൊർണാഡോ മോഡിലൊക്കെ വെബ് വിട്ട് ചുഴലി അടിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ. ഈ ഒരു ഫൈറ്റിൽ ഡെയർ ഡെവിളും കൂടെ പങ്കെടുക്കുക എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞാനും ആദ്യം വിചാരിച്ചിരുന്നത്. ബട്ട് ഈ ഒരു മൊത്തം ഫൈറ്റ് നടക്കുന്ന ആ ഒരു സെറ്റപ്പ് ഇപ്പോഴാണ് ക്ലിയർ ആൻഡ് കട്ടായിട്ട് കാണിക്കുന്നത്. ആ ഒരു പ്രസൻ കാണുമ്പോൾ ഡെയർ ഡെവിളിനെ കൊണ്ടിട്ട് ആ ഒരു പ്രസൻ്റെ മോഡലിൽ എനിക്ക് തോന്നുന്നില്ല, അറിയത്തില്ല എങ്ങനെ വരുന്നത് നോക്കാം. എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അറ്റ് ലാസ്റ്റ് ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതും സ്പൈഡർമാൻ അതിൻ്റെ മോളിൽ കൂടെ ഹൾക്കിനെയും വലിച്ചുകൊണ്ട് താഴത്തോട്ട് പോകുന്ന രീതിയിലുമാണ് ട്രെയിലർ തന്നെ എൻഡ് ചെയ്യുന്നത്. സോ ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് എത്ര കണ്ട് വയലന്റ് മോഡിലോട്ട് പോകുന്നുള്ള കാര്യത്തിൽ സ്പൈഡർമാൻ ഇത്ര കണ്ട് ഒരു വയലന്റ് റേജ് അറ്റാക്കിംഗ് മോഡിൽ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് MCUവിൽ കാണാത്ത രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ഈ ഒരു പടത്തിൽ ഡസ്റ്റിൻ ഡാനിയൽ ക്രട്ടൺ നമുക്ക് വേണ്ടി മുമ്പോട്ട് വയ്ക്കുമെന്ന് തോന്നുന്നു. സോ ട്രെയിലർ വാസ് പീക്ക്, ഹോളി പീക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. ചെറിയ VFXന്റെ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഇവിടെ അങ്ങിങ്ങായിട്ടൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ബട്ട് ഒരിക്കലും അത് ട്രെയിലറിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പടത്തിൽ വരുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമായിട്ട് വരില്ലെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. ഇതിന് മുമ്പുള്ള ഹിസ്റ്ററിയിലൊക്കെ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു ലീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സോണി നടത്തുന്ന ഈ ഒരു പ്രൊമോഷൻ സ്റ്റണ്ടുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെയാണ് ട്രെയിലറിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പറയാത്തത് കിട്ടി എന്നുള്ളൊരു കാര്യങ്ങളും ട്രെയിലർ കണ്ട് പടത്തിൽ എത്രമാത്രം ഹൈപ്പ് കയറ്റി എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.